സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFന് ദയനീയമായ പരാജയമാണ് ഉണ്ടായത്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 99 സീറ്റായിരുന്നു അന്ന് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേവലം 35 സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ പരാജയത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിൻ്റെ അവലോകന യോഗങ്ങൾ LDFലെമ്പാടും നടക്കുന്നു. ബൂത്ത് തലം മുതൽ ബ്രാഞ്ച് തലം മുതൽ ഏരിയ തലം, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സമിതി എല്ലാം ചർച്ച ചെയ്യുന്നു. ഒടുവിൽ കാരണം കണ്ടെത്തുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും MP ഗോവിന്ദനും തന്നെയായിരുന്നു ഈ പാർട്ടിയുടെ ഇത്രത്തോളം വലിയ പതനത്തിന് വഴിയൊരുക്കിയത്. ഇവരുടെ പ്രവർത്തന ശൈലിയും അഹങ്കാരവും ധിക്കാരവും കലർന്ന സംസാര ശൈലിയും പെരുമാറ്റ രീതിയും തന്നെയാണ് ജനങ്ങളെ ഈ പാർട്ടിയിൽ നിന്നും അകറ്റിയത് എന്നുള്ള ഒരു രീതിയിലായിരുന്നു എല്ലാ അവലോകന യോഗങ്ങളിലും കണ്ടെത്തിയ ആരോപണങ്ങളും ഇവർക്കെതിരെ ഉയർന്നു വന്ന പരാതികളും. എന്നാൽ പിന്നീട് അത് സംസ്ഥാന സമിതിയിലെത്തിയപ്പോൾ താഴെ തട്ടിലുള്ള പ്രവർത്തകരും അണികളും രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളെല്ലാം വെട്ടി നേതൃത്വത്തിൻ്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ് തോൽവിക്കുണ്ടായത്. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവിനെ കോർണർ ചെയ്യുന്നതിൽ കാര്യമില്ല. പിണറായി വിജയനും MP ഗോവിന്ദനുമൊന്നും അല്ല തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദികൾ എന്നാണ് സംസ്ഥാന സമിതിയിൽ നിന്നും കീഴ്ഘടകങ്ങളിലേക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ EMSഉം ലോകവും എന്ന് പറഞ്ഞ ഒരു പരിപാടി കോഴിക്കോട് നടക്കുകയുണ്ടായി. കോഴിക്കോട് പന്തീരങ്കാവിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നടന്ന ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ നിയമവകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയുമായ P രാജീവ് സ്തുത്യർഹമായ ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം ഏറ്റവും ആദ്യം എടുത്തു പറഞ്ഞത് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDF ഒരു ടാഗ് ലൈൻ പുറത്തിറക്കുകയുണ്ടായി. LDF അല്ലാതെ മറ്റാരുണ്ട്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ വലിയ തല അടിച്ചു വെച്ച ഫ്ലക്സ് ആയിരുന്നു ഈ ടാഗ് ലൈനോടൊപ്പം പ്രദർശിപ്പിച്ചിരുന്നത്. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പിണറായി അല്ലാതെ CPMൽ ഇനി മറ്റാരുണ്ട് എന്നൊരു സന്ദേശമാണ് അതിനോടൊപ്പം നൽകിയിരുന്നത്. ഇത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് രാജീവ് സമ്മതിച്ചത്. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടപടിയെടുക്കാതെ പോയതും പാർട്ടിക്ക് വലിയ ക്ഷീണമായി. ഇതിനെല്ലാം ഉപരി വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയ വിദ്വേഷം പരത്തുന്ന ആളിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പിണറായി വിജയൻ പല വേദികളിലും പ്രത്യക്ഷപ്പെട്ടതും വെള്ളാപ്പള്ളി നടേശനെ എതിരെ വർഗീയ വിദ്വേഷം പരത്തുന്നതിന് എതിരെ വെള്ളാപ്പള്ളിയെ വിലക്കുന്നതിൽ പിണറായിയും CPMും പിന്നോട്ട് പോയി. ഇതെല്ലാം പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമായി എന്നാണ് ഇപ്പോൾ P രാജീവ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെങ്കിലും ഇതെല്ലാം പാർട്ടിക്കുള്ളിൽ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴുണ്ടായ പാർട്ടിയുടെ പതനത്തിന് അല്പമെങ്കിലും ഒരു ആഘാതം കുറവായേനെ. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? പ്രതിഭ കേട്ടിട്ടുണ്ടാവും, പൂർണ്ണമായി തോൽക്കാൻ സാധ്യതയുള്ള അല്ലെ തോറ്റു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഗോവി തൊടും. ഇവിടെ നമ്മൾ ആ ഗോവി തൊടുന്നതിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ കറക്റ്റാണ്. ഗോ എന്ന് പറയുന്നത് MP ഗോവിന്ദൻ്റെ ആദ്യ അക്ഷരവും പിണറായി വിജയൻ്റെ ആദ്യ അക്ഷരം രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പം CPMും LDFും ഗോവി തൊട്ടു എന്നുള്ളതാണ് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സംഭാവന. അതൊരു മനോഹരമായ നിരീക്ഷണം. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ആരും ഇത്തരത്തിലൊരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സംഭാവന. അപ്പോൾ ഈ ഗോവി തൊട്ട് ഇരിക്കുന്ന പാർട്ടി, അപ്പോൾ പല സീനിയറായിട്ടുള്ള പല ലീഡേഴ്സ് ഇവരെ കൂടുതൽ കുറ്റപ്പെടുത്താത്തതിൻ്റെ കാര്യം എമ്മൻകാരശ്ശേരിയൊക്കെ പറഞ്ഞാൽ ശവത്തെ കുത്തി നോവിക്കരുത് എന്നും നമ്മൾ പറയാറുണ്ട്. നമ്മളിനി പിണറായി വിജയനെയും ഗോവിന്ദനെയും വിമർശിക്കാന്ന് പറഞ്ഞാൽ ഒരു ശവമായിട്ടില്ല, നാളെ തുടങ്ങിയിട്ടുണ്ട്, മണം വന്നു തുടങ്ങിയുള്ളൂ, വീണ് കിടക്കുന്നവരെ ആക്രമിക്കരുത്. പക്ഷേ കുറേ പേരെങ്കിലും ഈ ശവം വലിയ സംഭവം, അല്ലെ ശവമായിട്ട് നിൽക്കുന്ന അല്ലെ കിടക്കുന്ന ഇവർ വലിയ സംഭവമാണെന്നും ഇത് ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശുക്രിസ്തുവിൻ്റെ കൂട്ട് ലോകം ഇനിയും കേരളവും ലോകവും ഇനിയും ഭരിക്കുമെന്നും വിശ്വസിക്കുന്ന കുറേ നമ്മൾ അന്തം കമ്മി എന്നൊക്കെ പറയേണ്ട അന്ധവിശ്വാസികൾ അല്ലെ മന്ദബുദ്ധികളുണ്ട്. ഇവരെ ഇനി എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഈ തോൽവിയുടെ കാരണം ഇവർ കണ്ടെത്തി എങ്ങനെയാണ് ആലോചിക്കേണ്ട വിഷയമാണ്. തോൽവി എന്ന് പറയുന്നത്, ഈ ഇടതുപക്ഷത്തിൻ്റെ തോൽവി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇൻസ്റ്റൻസ് കൊണ്ടല്ല, ടോട്ടാലിറ്റി അവരുടെ മൊത്തമുള്ള അപ്രോച്ചാണ്. ഒരു തെറ്റുണ്ട്, ഇപ്പോൾ ആരോഗ്യരംഗത്ത് ഒരു തെറ്റുണ്ടായതിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ ഒരു കൈപ്പിഴ പറ്റിയതിൻ്റെ പേരിലല്ല, ഒരു കത്രിക വയറ്റിൽ ഇട്ടിട്ട് പോയതിൻ്റെ പേരിലല്ല, ഒരു മുട്ടസൂചി കണ്ണി കുത്തി ഇറക്കിയതിൻ്റെ പേരിലല്ല,
പക്ഷേ അതിനെപ്പറ്റി പരാതിപ്പെടുമ്പോഴുള്ള ഇവരുടെ പ്രതികരണം പരാതിപ്പെട്ടവർക്കെതിരായി അവരെ ക്രൂരമായി ഫത്സിക്കുന്നതും അത്യാവശ്യം വന്നാൽ ശിക്ഷിക്കാൻ വരെ തയ്യാറായുള്ള പ്രതികരണമായിരുന്നു. അപ്പോൾ ഈ പ്രതികരണങ്ങൾ ഇവരുടെ യഥാർത്ഥത്തിലാണ് ധാർഷ്ട്യം തിരിച്ചറിയുന്ന ഈ പ്രതികരണങ്ങളിലൂടെയാണ്. ആര്യാരാജേന്ദ്രനും യദുവായിട്ടുള്ള ബന്ധം കാണുന്നു. എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അത് കാണുമ്പോൾ അതിനോടുള്ള പ്രതികരണം അപ്പോൾ ഉടനെ ആ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്മസ് ചെയ്യാനോ തീരുമാനിക്കുന്നു. ഗണേഷ് കുമാർ നിന്നു കൊടുക്കുന്നു. അപ്പോൾ ഗണേഷ് കുമാർ അതിന് ആര്യാരാജേന്ദ്രൻ പറഞ്ഞതിന് നിന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ പണ്ടൊരു പേര് പറഞ്ഞിട്ട് 5000 പേര് ഫ്രണ്ട് എനിക്കുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ആരൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് ഞാൻ പറയുന്നില്ല, ഇവർ ഫ്രണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിരുന്നാണ് അത് തിരുത്തേണ്ടത്. CPIയും LDF തിരുത്തേണ്ടത്. അല്ല സാർ, ഇപ്പോൾ യദു പറഞ്ഞത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ യദു ആര്യരാജേന്ദ്രൻ തമ്മിലുണ്ടായ ആ തർക്കത്തിൽ അതിൻ്റെ ന്യായം എന്താണ് എന്നുള്ളത് തത്സമയം ജനങ്ങൾ കണ്ടറിഞ്ഞതാണ്. അപ്പോൾ ലോകം മുഴുവൻ ആ ദൃശ്യങ്ങളിലൂടെ നോക്കുന്നൊരു മേയർ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ വന്നിട്ട്, ആ നഗരത്തിൻ്റെ മാതാവ് എന്നാണല്ലോ മേയറെ കുറിച്ച് പറയുന്നത്, ആ മേയർ വന്നിട്ട് നിയമലംഘനം നടത്തി KSRTC ബസ്സിന് കുറുകെ അവരുടെ കാറിട്ടിട്ടാണ് യദു എന്ന് പറഞ്ഞ ആ ഡ്രൈവറെ കൃത്യനിർവഹണം നടത്തുന്നതിൽ തടസ്സപ്പെടുത്തുന്നു. കൂടെ ഈ മേയറുടെ ഭർത്താവായ ബാലുശ്ശേരി MLA കൂടിയായിരുന്ന സച്ചിൻ ദേവ് ഉണ്ടായിരുന്നു. അപ്പോൾ നിയമം പരിരക്ഷിക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ നിയമം പരിരക്ഷിക്കുന്നതിന് മാതൃക കാണിക്കേണ്ട പൊതുപ്രവർത്തകർ തന്നെ അവിടെ നിയമം ലംഘിച്ചു. എന്നാൽ അവിടെ യാതൊരു തരത്തിലും കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ യദുവിനെ തൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ ഇല്ലാതാക്കി അവിടെ പട്ടിണിയാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ യദുവിന് നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവറായി ജോലി കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷേ സാറ് പറഞ്ഞത് നിലയ്ക്ക് ഞാൻ വരികയാണ്, ഇങ്ങനെ നിരന്തരം തെറ്റുകൾ പറ്റുമ്പോൾ, തെറ്റ് പറ്റി എന്നാരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അവധാനതയോടുകൂടി പരിശോധിക്കാമെന്നോ അല്ലെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് പറയാമോ എന്നോ പറയുന്നതിന് പകരം ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും കൂടിയാണ് ഇവർ ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത്. ഇത് തന്നെയാണ് ഒരു പരിധിവരെ ഇവരെ ധാർഷ്ട്യക്കാരെന്നും അഹങ്കാരികളെന്നും വിളിക്കാനൊരു വഴി വെച്ചു കൊടുത്തത്. സാർ പറയും. അപ്പോൾ മനുഷ്യൻ ആദ്യം ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത സ്വഭാവം, ഒട്ടും ഇഷ്ടപ്പെടാത്ത സ്വഭാവം ധാർഷ്ട്യം. ഒരാളുടെ ധിക്കാരത്തെ ആരും സഹിക്കുകയില്ല. എത്ര സഹിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ പറയും, ഈ നമ്മളെ പരിഹസിക്കുന്നവൻ, ഇൻസൾട്ട് ചെയ്യുന്നവൻ, അവൻ്റെ പക വെള്ളത്തിലെഴുതുന്ന പോലെയാണ്. അത് മാഞ്ഞു പോകും. അവനെ നമ്മളെ ഇങ്ങോട്ട് പരിഹസിച്ച് കഴിഞ്ഞാൽ അവൻ്റെ വൈരാഗ്യം ചിലപ്പോൾ മാഞ്ഞു പോയെന്ന് വരും. പക്ഷെ പരിഹസിക്കപ്പെടുന്നവൻ്റെ മനസ്സിൽ പക അത് കരിങ്കൽ പാറയിൽ കുത്തിവെക്കുന്നത് പോലെയാണ് അവൻ്റെ മനസ്സിലത് കിടക്കും. ഇത് യദുവിൻ്റെയും മനസ്സിൽ മാത്രമല്ല കിടന്നത്, പൂക്കോട്ട് വെറ്ററിനറി കോളേജിലെ പിള്ളേരുടെ മനസ്സിലുണ്ട്, സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെ മനസ്സിലുണ്ട്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ ഇത്തരം പകകൾ ഓരോ സ്പോട്ടിലും, ഓരോ നിയോജകമണ്ഡലത്തിലും, ഓരോ നിയോജകമണ്ഡലത്തിലും ഇങ്ങനെ ഓരോ താരങ്ങളുണ്ടാവും. ഈ പക എല്ലാം കൂടെ ചേർന്ന് ഒരു മൊത്തമുള്ള ഒരു വിഷം ചീറ്റിൽ പിണറായി വിജയനെ ദഹിപ്പിക്കാൻ മാത്രം ശക്തമായ ലാവാപ്രവാഹമായി AKG സെൻറ്റർ വരെ തകർത്തുകളെ. AKG സെൻറ്ററിൽ ഇപ്പോൾ ആരാ പാർട്ടിക്കാർ കാണിയില്ല. ഇനിയിപ്പോൾ അത് പഴയ കച്ചവടത്തിന് കൊടുക്കാം. അത് എക്സാലോജിക്കുന്ന ഫുള്ളായിട്ട് ആ വീടം കൊടുത്താക്കാൻ വേണമെങ്കിൽ. കാരണം അതാണല്ലോ അഡ്രസ്സ്. അത് അവർക്ക് തന്നെ സീമാ വിജയന് എൻ്റെ ആധാരം ഇനി കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. EMSൻ്റെ ആധാരത്തെക്കുറിച്ചൊക്കെ പരാതികൾ വരുന്നുണ്ട്. അതുപോലെ AKG സെൻറ്ററിൻ്റെ ആധാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിക്കഴിയുമ്പോൾ പിന്നീട് അറിയാം. പക്ഷെ ഇവിടെ ഒരു ഗവൺമെൻറ് ഇപ്പോൾ സതീശൻ ഇതായിരിക്കുന്നു. ഇപ്പോൾ രണ്ട് സംഭവങ്ങളിപ്പം താരതമ്യപ്പെടുത്തുകയാണ്. ഇവിടെ ആലുവ മുപ്പത്തിരണ്ട് നമ്മൾ പറഞ്ഞ വിഷയമാണ്. അത് പരിഹരിക്കാനാണ് ശ്രമിച്ചത്. അവിടെ കുടികുത്തി സമരം ചെയ്ത് അല്ലെ ഇടതുപക്ഷം ഇട്ടിട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിനെതിരായി P. രാജീവിൻ്റെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഓഫീസിലേക്ക് സമരം ചെയ്യാനല്ല പുതിയ മന്ത്രിസഭ നോക്കി. പര്യത്തുകാവ് ഉന്നതിയിലേക്ക് അവർ ആ പര്യത്തുകാവ് ഉന്നതിയുടെ പ്രശ്നം പരിഹരിക്കാനാണ് നോക്കുന്നത്. മറിച്ച് പിണറായി വിജയൻ്റെ ശ്രമം അതല്ല. പിള്ളേർ പ്രതിഷേധ മുദ്രാവാക്യം വന്നപ്പോൾ തല തല്ലി പൊട്ടിച്ചേക്കാനാണ് പറയുന്നത്. ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ പരിഹസിക്കാൻ കൂടെ ചെയ്തു. പോലീസ് ലാത്തിച്ചാർജ് ചെയ്യുന്നത് മാത്രമല്ല, അതിനെ തല്ലി പൊട്ടിക്കുന്നതിനെ ഏതെങ്കിലും ജഡ്ജിമാർ പറയും അറ്റേ കൊണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞൊക്കെ ടെക്നിക്കലായിട്ട് രക്ഷപ്പെട്ടാൽ പോലും, ലാത്തിയുടെ അറ്റേ കൊണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ടെക്നിക്കലായിട്ട് സാങ്കേതികമായി രക്ഷപ്പെട്ടാൽ പോലും. അല്ല, അങ്ങനെ സാർ ഞാൻ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ പോലും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞില്ല. കളവ പറഞ്ഞത് ഞാൻ ആ വണ്ടിയുടെ മുൻപിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാനാണ് സാക്ഷി, ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടിയുടെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആളുകളെ അല്ലെങ്കിൽ മരിക്കാൻ ശ്രമിച്ച ആളുകളെ പോലീസ് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയത് അവരെ
പുറകിലേക്ക് പിടിച്ചു മാറ്റുന്നത് മാത്രമാണ് കണ്ടത്. ബാക്കിയൊക്കെ വെറുതെയാണെന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഇത് തത്സമയ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വിഡ്ഢികളാക്കുകയായിരുന്നു. ഈ വിഡ്ഢികളാക്കിയത് തന്നെയാണ് ഈ പാർട്ടിയുടെ പരാജയത്തിന് കാരണമെന്നാണ് രാജീവ് പറഞ്ഞു വന്നത്. അത് താങ്കൾ പറഞ്ഞതിന് എനിക്കൊരു പിണറായി വിജയൻ മുഖ്യമന്ത്രി അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സത്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ടിട്ടില്ലായിരിക്കാം. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ആദ്യമായിട്ട് അദ്ദേഹം മദ്രാസിൽ പോയി കണ്ണിൻ്റെ ഓപ്പറേഷൻ നടത്താനാണ് പോയി. അപ്പോൾ കാഴ്ച ചിലപ്പോൾ ഇല്ലായിരുന്നിരിക്കും. അല്ല, ഞാൻ അത് നിഷേധിക്കുന്നില്ല. ചിലപ്പോൾ അത് വേണമെങ്കിൽ സാധൂകരിക്കാം. പക്ഷേ പിണറായി വിജയൻ അല്ലാതെ മറ്റു മന്ത്രിമാരൊക്കെ അതിലിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ പിണറായി വിജയന്റെ പോലെ കണ്ണിന് അത്ര കാഴ്ചയ്ക്ക് പ്രശ്നമില്ലാത്ത മന്ത്രിമാർ വേറെ ഉണ്ടായിരുന്നു. അത് മന്ത്രിമാരെല്ലാം ഉണ്ടായി. അവരുടെ മെഴുകു പ്രതിമ. ഇപ്പം ഇവർക്ക് എല്ലാവർക്കും കണ്ണിന് കാഴ്ച കുറവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ടതാണ്. അവർക്കാർക്കും കണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാഴ്ച ശരിയായ നേർക്കാഴ്ച തന്നെയായിരുന്നു. അത് ലോകം മുഴുവൻ കണ്ടു. ഇതൊക്കെ രാജീവിൻ്റെ ഈ ഏറ്റുപറയലിൽ വന്നിരിക്കുകയാണ്. അതായത് ഈ മറ്റാരുണ്ട് എൽ ഡി എഫ് അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ആ സ്ലോഗൻ, ആ ടാഗ് ലൈൻ തീർച്ചയായും ഒരു അപമതിപ്പ് ഉളവാക്കുന്ന തരത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് പി രാജീവ് സമ്മതിച്ചു. സാധാരണഗതിയിൽ അധികം താത്വികാവലോകനത്തിൻ്റെ ഭാഷയിലൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിലും ഇത് നേരിട്ട് പറഞ്ഞു. ഈ മറ്റാരുണ്ട് എൽ ഡി എഫ് അല്ലാതെ എന്നുള്ളത് അത് തിരിച്ചടിയായി. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. പക്ഷേ അത് പുലിവാലായി. കാരണം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട്, തോളിൽ കൈയിട്ടുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അങ്ങോട്ട് കയറി ചെന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ വിദ്വേഷങ്ങളെ തിരുത്താൻ പറ്റാതിരുന്നത് തിരിച്ചടിയായി. അത് പറയുന്നു. മാത്രമല്ല, ക്ഷമിക്കണം, അയ്യപ്പൻ്റെ സ്വർണം, ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയ ആ നടപടിയിൽ പിണറായി വിജയൻ്റെ പോലീസുകാർ അതിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട SIT കുറ്റക്കാരെന്ന് കണ്ട് അറസ്റ്റ് ചെയ്തതിൽ 99.99% ആളുകളും CPMൻ്റെ MLA-മാരും CPMൻ്റെ ദേവസ്വം പ്രസിഡന്റുമാരും ദേവസ്വം കമ്മീഷണർമാരും ഒക്കെ ആയിരുന്നു. ഇവർ മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ട് ഇവർക്കെതിരെ പാർട്ടി തല നടപടികൾ കൈക്കൊള്ളാതിരുന്നതും പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുള്ളത് നിയമമന്ത്രി കൂടിയായ, അഭിഭാഷകൻ കൂടിയായ രാജീവ് പറയുമ്പോൾ എന്തുകൊണ്ടാണ് രാജീവ് ഇത് മുൻപേ പറയാതിരുന്നത്, ചൂണ്ടിക്കാണിക്കാതിരുന്നത് എന്ന് പറയുമ്പോഴാണ് മാറിയ സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന നേതാവ് വലിയ ശനിദശ പിടിച്ച അവസ്ഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ ED ചോദ്യം ചെയ്യുന്നു ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. പിണറായി വിജയനാവട്ടെ ലാവ്ലിൻ കേസ് പോലുള്ള നിരവധി കേസുകൾ പിണറായി വിജയനെതിരെയുണ്ട്. ഇനിയിപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം CPM-ലേക്ക് ഒരു നേതൃസ്ഥാനത്തേക്ക് തിരിച്ചുവരവുണ്ടാകില്ല എന്ന് രാജീവ് മനസ്സിലാക്കി കാണണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന CPM-ലെ ഈ അപപ്രവശങ്ങൾക്കൊന്നും എനിക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല, എനിക്ക് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകിക്കൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ CPM-ൽ രണ്ടാമനെന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന പലരും, ഒരുപക്ഷെ രാജീവിൻ്റെ പാർശ്വവർത്തിയെങ്കിലും വിശേഷിപ്പിച്ചിരുന്ന ആ ഒരാൾ തന്നെയാണ് രാജീവ്. അങ്ങനെയെങ്കിൽ നിലവിൽ പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്ന ഈ സങ്കീർണമായ അവസ്ഥയിൽ നിന്ന് പിണറായി വിജയൻ ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല. ആ ഒരു സാഹചര്യം കൂട്ടി വായിക്കുമ്പോൾ രാജീവായിരിക്കും ഇനി പാർട്ടിയുടെ തലപ്പത്തേക്ക് വരാൻ സാധ്യത എന്നുള്ള ഒരു നിഗമനത്തോടു കൂടി തന്നെ പിണറായി വിജയനെ മനഃപൂർവ്വം ഇവിടെ വെച്ച് ചവിട്ടി താഴ്ത്തുകയോ നിഷേധിക്കുകയോ തള്ളിപ്പറയുകയോ ആണോ രാജീവ് ചെയ്തിരിക്കുന്നത്? പാർട്ടിയുടെ കാര്യത്തിൽ ചില ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, കണ്ണൂരിൽ നിന്ന് P ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകാം. അതുപോലെ TK ഗോവിന്ദന്മാർ വേറെ ഉണ്ടാകാം. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പം രണ്ട് പേരിങ്ങനെ അറിയാതെ പറഞ്ഞു കേൾക്കുന്നു. പഴയ സ്പീക്കറായിരുന്ന വിജയകുമാറിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താ, പേര് മറന്നുപോയല്ലോ, വിജയകുമാർ, സമ്പത്ത്, ഈ രണ്ടുപേരുടെ പേര് സജീവമായ രംഗത്തുണ്ട്. പിണറായി വിജയനെതിരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമുള്ള എന്തിന് ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായി പോയ ബാലഗോപാൽ വരെ ചിലപ്പോൾ എതിരായി വന്നേക്കും. അത് പാർട്ടിക്കകത്ത് നടക്കാൻ പോകുന്ന. അല്ല സാർ, ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞും തെളിഞ്ഞും പലരും ഇപ്പോൾ പിണറായി വിജയനെതിരെ കണ്ടുള്ള രീതി എന്ന രീതിയിൽ കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു. മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മകളെയും പിണറായി വിജയനെയും കുടുംബത്തെയും എപ്പോഴും വെള്ളപൂശാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ഏത് അഴിമതിയിലും ഇവർക്ക് പങ്കില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന AK ബാലൻ, ജോൺ ബ്രിട്ടാസ്, എല്ലാ ആളുകളും ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ട് പറയുന്നു വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്താണ് EDയുടെ ചോദ്യം ചെയ്യലിന് അവർ ഹാജരാവട്ടെ, അതിൽ CPM-ന് എന്ത് കാര്യം? വീണ വിജയൻ CPM കാര്യമല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ചർച്ച നടത്താം. മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയപ്പെടണ്ട എന്ന് പറയുന്നത്, മടിയിൽ കനമില്ല എന്ന് അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും ശശിധരൻ കർത്തയുടെ ഭാര്യയും മകളും തെളിയിച്ചിരിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ്റെ മകൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ദുഃഖകരമായ സത്യം
നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അല്ല സാർ, ഇപ്പോൾ മടിയിൽ കനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഇ ഡി കൊച്ചിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ വിജയൻ ഇ ഡി ചോദ്യം ചെയ്യൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും അതിനുശേഷം എന്തു സംഭവിക്കും, മടിയിൽ കനമുണ്ടോ, വഴിയിൽ എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഭയപ്പെട്ടിരുന്നത്, മടിയിൽ എത്രമാത്രം കനമുണ്ടായിരുന്നു, അഥവാ ഇനി മടിശീലയിൽ കനമുണ്ടായിരുന്നില്ല ഒഴിഞ്ഞ മടിശീലയായിരുന്നോ എന്നുള്ളതെല്ലാം നമുക്ക് എന്തായാലും വഴിയെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും രാജീവ് പാർട്ടിക്കും പിണറായി വിജയനും ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു. ഇനി ഇത്തരം കൂട്ടുകെട്ടിന് ഞങ്ങളില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുന്നു. പാർട്ടിക്ക് തെറ്റുപറ്റി, പാർട്ടി തെറ്റുപറ്റിയതിൽ ഇത്തരം ചില തീരുമാനങ്ങൾ, പിണറായി വിജയൻ്റെ ചില തീരുമാനങ്ങൾ പാർട്ടിയെ തോൽപ്പിക്കുന്നതായിരുന്നു എന്ന് രാജീവ് പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നു.